NAOS ഏപ്രിൽ 2025 ഒരുപാട് സ്റ്റുഡൻസ് എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും പാസ്സാവും, എന്നാലും കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ഫെയിൽ ആവാൻ ചാൻസ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി എന്തൊക്കെ ഓപ്ഷനാണ് NAOSൽ ചെയ്യാൻ പറ്റുക? കേരള ബോർഡ് പോലെ അവർക്ക് എക്സാം ഉണ്ടോ, അല്ലെങ്കിൽ ഇനി അടുത്തൊരു 6 മാസം കൂടെ അവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ അവർക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്? അവർക്ക് 6 മാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സപ്ലിമെന്ററീസ് എക്സാം പോലെ നമുക്ക് എക്സാം എഴുതാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ഡിമാൻഡ് പോലെ ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് നോർമലി സ്റ്റാർട്ട് ചെയ്യുക. പ്രാവശ്യം എന്തായാലും ലേറ്റ് ആവും റിസൾട്ട് വരാൻ. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇതിലേക്ക് ഓൺ ഡിമാൻഡ് സ്റ്റാർട്ട് ആവും. ഇനിയിപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഏത് മാസമായിരിക്കും ഏകദേശം എക്സാം വരാൻ സാധ്യതയുള്ളത്? അവർക്ക് റിസൾട്ട് ഒക്കെ വന്ന് എന്നാണോ സർട്ടിഫിക്കറ്റ് കിട്ടുക ആ ഒരു രീതിയിലായിരിക്കും അവർ ഓപ്പൺ ആക്കി തരാം. എക്സാമിന് അതുപോലെ എക്സാമിനായാലും ഓൺ ഡിമാൻഡ് എക്സാമിനായാലും ഇവര് സെപ്പറേറ്റ് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. NAOSന്റെ ID കാർഡ് തന്നെ മതി. ID കാർഡ് വെച്ച് നമുക്ക് ഓൺ ഡിമാൻഡ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് 4 ജില്ലയിൽ മാത്രമേ വരുന്നുള്ളൂ. അത് ഏതൊക്കെ ഡേറ്റിനാണെന്നുള്ളത് സ്റ്റുഡൻസ് തന്നെ തീരുമാനിക്കുക. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഇന്ന ഡേറ്റ് സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ.